1583 അറബിക്കടലിന്റെ നടുക്ക് റോഡ്രിഗസ് സാഹിബ് കപ്പിത്താനായിട്ടുള്ള പോർച്ചുഗീസ് കപ്പൽ അറേബ്യയിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുന്ന മലബാർ മാപ്പിള കപ്പലിനെ നടുക്കടലിൽ വെച്ച് കൊള്ളയടിക്കുകയാണ്. കപ്പലിലുണ്ടായിരുന്ന എല്ലാവരെയും പിടിച്ചടക്കി കൊല്ലാൻ ഉത്തരവിടുകയാണ് റോഡ്രിഗസ് സാഹിബ്. പക്ഷെ ആ കൂട്ടത്തിൽ 11 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറിയ ചെക്കൻ തന്നെ കൊല്ലാൻ വന്ന പറങ്കിയോട് എതിർത്ത് നിൽക്കുകയാണ്. അവന്റെ ആ ധൈര്യം സാഹിബിന് നന്നായിട്ട് പിടിച്ചു. പൊതുവെ ക്രൂരനായിട്ടുള്ള റോഡ്രിഗസ് സാഹിബ് അവനെ മാത്രം കൊല്ലണ്ടെന്ന് പറഞ്ഞു. 11 വയസ്സ് മാത്രം പ്രായമുള്ള അവന്റെ പേര് അലി എന്നാണ്. അവനെ കപ്പലിൽ അടിമയാക്കി റോഡ്രിഗസ് സാഹിബ് ഗോവയിലേക്ക് കൊണ്ടുപോയി. അവൻ വന്ന കപ്പലും അവന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും അറബിക്കടലിൽ സാഹിബ് മുക്കിക്കളഞ്ഞു. അങ്ങനെ 3 കൊല്ലം കഴിഞ്ഞു. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുക്കാനുള്ള യുദ്ധത്തിലാണ്. യുദ്ധത്തിന്റെ ഏറ്റവും മുൻനിരയിൽ തന്നെ റോഡ്രിഗസ് സാഹിബിന്റെ യുദ്ധക്കപ്പലുണ്ട്. ആ കപ്പലിൽ തന്നെ അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അലി. പക്ഷെ ഇത്തവണ റോഡ്രിഗസ് സാഹിബിന് പിഴച്ചു. അയാളുടെ യുദ്ധക്കപ്പൽ നടുക്കടലിൽ വെച്ചിട്ട് മുങ്ങിത്താഴ്ന്നു. മുങ്ങി മരിക്കാൻ നേരത്ത് റോഡ്രിഗസ് സാഹിബിനെ അലിയുടെ കൈ ഒരു പലകയിലേക്ക് പിടിച്ചു കയറ്റി. സാഹിബ് രക്ഷപ്പെട്ടു. സാഹിബിന്റെ കപ്പൽ മുങ്ങിപ്പോയെങ്കിലും പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തു. യുദ്ധം ജയിച്ചു. അലി റോഡ്രിഗസ് സാഹിബിനെ രക്ഷിച്ചുകൊണ്ട് ഇതൊക്കെ കാണാനും കേൾക്കാനും പുള്ളിയുണ്ട്. അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ മാറി. റോഡ്രിഗസ് സാഹിബ് ഗോവയിൽ തന്നെ 3-4 കപ്പലും ഒരു എസ്റ്റേറ്റും ബംഗ്ലാവും ഒക്കെ ആയിട്ട് അവിടെ തന്നെ കൂടി. ജീവൻ രക്ഷിച്ച അലിയെ അയാൾ കൂടെ കൂട്ടി. അലിയുടെ ഇൻട്രസ്റ്റ് നേവിയും കടലും കപ്പലൊക്കെയാണെന്ന് അറിഞ്ഞപ്പോ സാഹിബ് അവനെ ഒരു നാവികനായിട്ട് അങ്ങ് വളർത്തി. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. അലിക്കിപ്പോ 25 വയസ്സായി. സാഹിബിന്റെ കപ്പലിലെ റൈറ്റ് ഹാൻഡ് ആണ് അലി. ഇപ്പോ ഭാര്യയും മകനും പണ്ടേ മരിച്ച റോഡ്രിഗസ് സാഹിബ് അലിയെ സ്വന്തം മകനായിട്ട് ദത്തെടുത്ത് മതം മാറ്റി തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തന്റെ സ്വന്തം രാജാവിന്റെ പേര് അവൻ ഇട്ടുകൊടുത്തു. ആ പേരാണ് പിന്നെ റോഡ്രിഗസ് സാഹിബിന്റെ കപ്പലിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത് അലിയാണ്. ഗോവ ആക്രമിക്കാൻ വന്ന ഫ്രഞ്ചുകാരുടെ 12 കപ്പലും അലി പിടിച്ചെടുത്തു. പ്രതികാരം പോലെ 6 കപ്പൽ അവിടെ മുക്കിക്കളഞ്ഞു. ഗോവ പിടിച്ചെടുക്കാൻ വന്ന ഡച്ചുകാരുടെയും ഡെൻമാർക്കുകാരുടെയും അവസ്ഥ ഇത് തന്നെയായിരുന്നു. റോഡ്രിഗസ് സാഹിബ് അവന്റെ സ്വന്തം അച്ഛനെ പോലെ. അങ്ങനെ പോർച്ചുഗീസുകാരെ പല യുദ്ധത്തിലും ജയിപ്പിച്ച് വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു നേവി കമാൻഡറായി അലി മാറി. അങ്ങനെ ഒരു ദിവസം ഗോവൻ ഫെസ്റ്റി വെച്ചാണ് അവൾ അവനെ കാണുന്നത്. എസ്തേല പോർച്ചുഗീസുകാരിയാണ്. പക്ഷെ ജനിച്ചതും വളർന്നതും ഗോവയിലാണ്. അച്ഛനും അമ്മയൊക്കെ പണ്ടേ മരിച്ചുപോയി. ഇപ്പൊ അവക്ക് ആരുമില്ല. വളരെ പെട്ടെന്ന് തന്നെ റോഡ്രിഗസ് സാഹിബിനോട് അലി കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവര് തമ്മിലുള്ള കല്യാണം കഴിഞ്ഞു. അങ്ങനെ കാലങ്ങൾ കടന്നു. അങ്ങനെ ഒരു ദിവസം റോഡ്രിഗസ് സാഹിബ് പോർച്ചുഗീസ് പടയെ കൊണ്ട് കേരളത്തിലേക്ക് പോവാണ്. അലിയുടെ ഭാര്യയ്ക്ക് പ്രസവം എടുത്തുകൊണ്ട് തന്നെ അലീനെ അയാൾ കൂടെ കൂട്ടിയില്ല. അലിക്കൊരു മകൻ ജനിച്ചു. സ്വന്തം വളർത്തച്ഛന്റെ പേര് തന്നെ അലി അവന്റെ മകനിട്ടു, റോഡ്രിഗസ്. പക്ഷെ റോഡ്രിഗസ് സാഹിബ് തിരിച്ചു വരുന്നത് ഉപ്പിലിട്ട് വെച്ച ഒരാളുടെ തലയും കൊണ്ടാണ്. പോർച്ചുഗീസുകാരെ നിരന്തരം ദ്രോഹിച്ച ആളുടെ തല. കുഞ്ഞാലി മരക്കാർ 4-ാമന്റെ തല. പോർച്ചുഗീസുകാരെ എതിർക്കുന്നവർക്ക് ഇതായിരിക്കും ഗതിയെന്ന് കാണിക്കാൻ വേണ്ടി അവരുള്ള എല്ലാ സ്ഥലത്തേക്കും കുഞ്ഞാലി മരക്കാർ 4-ാമന്റെ തല കൊണ്ടുപോയി പ്രദർശിപ്പിക്കാനാണ് റോഡ്രിഗസ് സാഹിബിന് കിട്ടിയ ഉത്തരവ്. പക്ഷെ അലി ഇതുവരെ പുറം ലോകത്തോട് പറയാത്തൊരു സത്യമുണ്ട്. കുഞ്ഞാലി മരക്കാർ 4-ാമൻ അയാളുടെ സ്വന്തം ചേട്ടനാന്നുള്ള സത്യം. റോഡ്രിഗസ് സാഹിബിനെ അലിക്ക് നോവിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ സ്വന്തം ചേട്ടന്റെ ഈ അവസ്ഥ അയാൾക്ക് കണ്ടു നിൽക്കാനും പറ്റില്ല. അതുകൊണ്ട് അന്ന് രാത്രി തന്നെ റോഡ്രിഗസ് സാഹിബിന്റെ കുശിനിക്കാരനും സ്വന്തം ഉറ്റ സുഹൃത്തുമായിട്ടുള്ള ഗാവിയോട് സത്യാവസ്ഥയെല്ലാം പറഞ്ഞ് സാഹിബിനോട് തനിക്കത് നേരിട്ട് പറയാനുള്ള ധൈര്യമില്ലെന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പുള്ളിയോട് സത്യാവസ്ഥയൊക്കെ പറയണം എന്ന് പറഞ്ഞ് ഗാവിയോനെ ഏൽപ്പിച്ചിട്ട് അന്ന് രാത്രി തന്നെ അലിയും കുടുംബവും ഒളിച്ചോടും. പക്ഷേ പൊതുവേ സാഹിബിനോട് ഒരു ഇത്തിരി ഇഷ്ടക്കേടുള്ള കൂട്ടത്തിലായിരുന്നു ഗാവിയും. അന്ന് രാത്രി തന്നെ സാഹിബിന്റെ എല്ലാ വിലപിടിപ്പുള്ള സാധനങ്ങളും ധാന്യങ്ങളും അടക്കം മോഷ്ടിച്ച് പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് റോഡ്രിഗസ് സാഹിബിനോട് അലി മരക്കാരാണെന്നും കുഞ്ഞാലി മരക്കാരനെ കൊന്നതിന് പ്രതികാരമായിട്ട് നമ്മുടെ സ്ഥലം തന്നെ അവൻ കൊള്ളയടിച്ചെന്നും തടയാൻ പോയ എന്നെയും പഞ്ഞിക്കിട്ട് അവൻ രായ്ക്ക് രാമാനും സ്ഥലം വിട്ടു. ദേഷ്യം കൊണ്ട് വിറച്ചുപോയി റോഡ്രിഗസ് സാഹിബ്. മരക്കാരന്മാരുടെ വംശം പോയിട്ട് കോഴിക്കോട് എന്ന് പറഞ്ഞ രാജ്യം പോലും ഉണ്ടാവില്ലെന്ന് ഗാവിയോയ്ക്ക് ഉറപ്പ് കൊടുക്കുകയാണ് റോഡ്രിഗസ് സാഹിബ്. അവിടെ തൊട്ടിപ്പുറത്ത് പൊന്നാനിയിൽ തിരിച്ചെത്തിയ അലി മരക്കാർ കുടുംബത്തിനെ കണ്ടുപിടിക്കുകയാണ്. ആൾക്കാരില്ലാതെ മരക്കാർ കുടുംബം തന്നെ ദാരിദ്ര്യത്തിന്റെ വക്കിലാണ്. മരക്കാർ കുടുംബത്തിനെ രക്ഷിക്കാനും പഴയ സമ്പന്നതയിലേക്ക് അവർ ഉയർത്താനും വേണ്ടി അലി മരക്കാർ കുടുംബമായിട്ട് അടുപ്പമുള്ള എല്ലാ കുടുംബത്തിലെയും ഇളം തലമുറക്കാരെ വെച്ചിട്ട് ഒരു സംഘം ഉണ്ടാക്കുകയാണ്. അങ്ങനെ പിന്നെയും കച്ചവടം തുടങ്ങി. അവരൊരു കപ്പലില് അറേബ്യയിലേക്ക് കച്ചവടത്തിന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ മാലിദ്വീപിന്റെ അടുത്ത് വെച്ച് ഒരു കൂട്ടം കടൽ കൊള്ളക്കാർ വന്ന് അവരുടെ കപ്പൽ പിടിച്ചെടുക്കും. മരക്കാർമാരുടെ കപ്പൽ കയ്യിൽ നിന്ന് പോയെങ്കിലും വളരെ സ്കിൽഡ് ആയിട്ടുള്ള അലി അന്ന് അവരെ തറ പറ്റിച്ച് അവന്റെ കൂടെയുള്ള എല്ലാവരുടെയും ലൈഫ് സേഫാക്കി മാലിദ്വീപിലേക്ക് കൊണ്ടുവരും. മാലിദ്വീപിന്റെ രാജാവ് അവർക്ക് അഭയം കൊടുക്കും.
അവിടെ ചെന്നതിന് ശേഷമാണ് അലിക്കൊരു കാര്യം മനസ്സിലായത്. മാലിദ്വീപ് പഴയ പോലെയൊന്നുമല്ല, പട്ടിണിയിലാണ് അവിടുത്തെ ആൾക്കാർ മൊത്തം. കടൽ കൊള്ളക്കാരെ പേടിച്ച് കച്ചവടക്കാരൊന്നും ആ സൈഡിലേക്കേ വരുന്നില്ല. അതാണ് ഇതിന്റെയൊക്കെ കാരണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അലി ജീവനോടെ അവന്റെ കൂട്ടത്തിലുള്ള എല്ലാവരെയും കൊണ്ട് മാലിദ്വീപിൽ കാലുകുത്തുന്നത്. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇതുപോലത്തെ ഒരു വീരനെ ആ രാജാവ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളി അവനോട് സഹായം ചോദിക്കും. അവരുടെ മുമ്പിൽ അലി ഒരു ഓഫർ വെച്ചു. 4 കപ്പലും തന്റെ കുടുംബത്തിനെ രക്ഷിക്കാനുള്ള സമ്പത്തും കിട്ടിക്കഴിഞ്ഞാൽ അലി അവരുടെ കാര്യം നോക്കിക്കോളും. വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് രാജാവ് അതിന് കൈ കൊടുത്തു. തൊട്ടപ്പുറത്ത് കോഴിക്കോടിനെ ആക്രമിക്കാൻ വേണ്ടി റോഡ്രിഗസ് സായിപ്പ് 20 പടക്കപ്പലും കൊണ്ട് അവിടെ വന്നിറങ്ങുകയാണ്. ഇവിടെ മാലിദ്വീപിൽ നിന്ന് അലി ഒരു ചരക്ക് കപ്പലുമായിട്ട് അറേബ്യയിലേക്ക് പോവാണ്. മാലിദ്വീപിൽ നിന്ന് കുറച്ചകലേ പോയുള്ളൂ. അപ്പോഴേക്കും കടൽ കൊള്ളക്കാരുടെ ഷിപ്പ് അവരുടെ അടുത്തെത്തി. അങ്ങനെ കൊള്ളക്കാരെല്ലാവരും കപ്പൽ കീഴടക്കാൻ വേണ്ടി അതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് അവരൊരു കാര്യം ശ്രദ്ധിച്ചത്. ആ കപ്പലിൽ ആരും ഉണ്ടായിരുന്നില്ല. ഈ തക്കം നോക്കി മരക്കാരും സംഘവും ചെറിയ തോണികളിലായിട്ട് വന്ന് കടൽ കൊള്ളക്കാരുടെ കപ്പൽ പിടിച്ചെടുക്കുകയാണ്. അങ്ങനെ അവരുടെ കഥ അലി എന്നേക്കുമായിട്ട് തീർത്ത് കളയാണ്. തിരിച്ച് കൈ നിറയെ സമ്പത്തുമായിട്ട് പൊന്നാനി കാല് കുത്തിയ അലി കാണുന്നത് മരക്കാർ തറവാടും അതിലത്തെ അംഗങ്ങളും നിന്ന് കത്തുന്നതാണ്. മരിച്ചുപോയ കുടുംബാംഗങ്ങളുടെ ശവത്തിൽ തൊട്ട് ഇതിന് കാരണമായിട്ടുള്ള ആരാണെങ്കിലും അവരെ കൊന്നുകളയുന്ന അലി ശപഥമെടുക്കുകയാണ്. പക്ഷെ പിന്നെയാണ് അലിക്ക് മനസ്സിലാവുന്നത് കൊല്ലേണ്ടത് മറ്റാരെയല്ല, സ്വന്തം അച്ഛനെ പോലെ വിചാരിച്ച റോഡ്രിഗസ് സായിപ്പിനെയാണ്. റോഡ്രിഗസ് സായിപ്പിന്റെ താവളം അന്വേഷിച്ചു പോയ അലി കണ്ടു ഞെട്ടുകയാണ്. റോഡ്രിഗസ് സായിപ്പും സാമൂതിരിയും തമ്മിൽ അലയൻസ് ഫോം ചെയ്തിരിക്കുകയാണ്. അത് മാത്രമല്ല, അലിയെ എവിടെ വെച്ച് കണ്ടാലും പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് സാമൂതിരിയുടെ മുമ്പിലിട്ട് കൊന്നുകളയണമെന്നാണ് സാമൂതിരിയുടെ ഉത്തരവ്. മരക്കാരം സംഘവും അങ്ങനെ ഒളിവിൽ പോവാണ്. സാമൂതിരിയും സായിപ്പിനെ എതിർത്ത് നിൽക്കാന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമൊന്നുമല്ല. അതിന് അലിക്ക് വലിയൊരു പടയുടെ ആവശ്യം തന്നെയുണ്ട്. അങ്ങനെ സാമൂതിരിക്കെതിരെ ജനങ്ങളെ ചേർക്കാൻ അലി ഒരു കള്ളനാവാൻ തീരുമാനിച്ചു. സാമൂതിരിയുടെ കീഴെ വരുന്ന ചെറുകിട നാട്ടുറുമാണിമാര് തൊട്ട് രാജാക്കന്മാരുടെ വരെ നിലവറ രാത്രി കുത്തി തുറന്ന് അതിലത്തെ സ്വർണവും പണവും ധാന്യങ്ങളും ഒക്കെ അലി നാട്ടുകാർക്ക് വീതിച്ചു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് നാൾ കടന്നു. അലി ഒരു പിടികിട്ടാ പുള്ളിയെ. പക്ഷെ അയാളെ കാട്ടിക്കൊടുക്കാൻ അവിടുത്തെ സാധാരണക്കാർക്ക് കഴിഞ്ഞു. അലിക്ക് അഭയം കൊടുക്കാൻ കോഴിക്കോട് പല വീടുകളും ഉണ്ടായിരുന്നു. അങ്ങനെ ആ ദിവസം വന്നു. അലി ജനങ്ങളെ ഒത്തുചേർത്ത് സാമൂതിരി കോട്ട ആക്രമിച്ചു. പക്ഷെ പടയുടെ ഒപ്പം വരാതെ വേറൊരു സൈഡിൽ കൂടെ സാമൂതിരി കോട്ടയുടെ അകത്തേക്ക് പതുക്കെ അലി കയറി. അറയിലുണ്ടായിരുന്ന റോഡ്രിഗസ് സായിപ്പിനെ ആരോരും അറിയാതെ ഒറ്റ വെട്ടിന് കൊന്നുകളഞ്ഞ് സാമൂതിരിയുടെ അടുത്ത് അയാൾ കീഴടങ്ങി. അങ്ങനെ 35-ാം വയസ്സിൽ പോർച്ചുഗീസ് ജുഡീഷ്യറി കുഞ്ഞാലി മരക്കാർ 5-ാമനെ വിചാരണ ചെയ്ത് പബ്ലിക്കലി തൂക്കിക്കൊല്ലും. അപ്പോൾ ഞാൻ മരക്കാർ ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. ഇതാണ് എൻ്റെ ഒരു വെർഷൻ. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഞാൻ റീറൈറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ കഥ മാറ്റി എഴുതണമെന്നൊക്കെ തോന്നിയ പടങ്ങൾ കമൻറ്റ് ചെയ്യാം.